അപ്പോൾ ഗൈസ് ചുമ്മാ ഇരുന്നപ്പോൾ ഹൈഡ് ആൻഡ് സിക്കും കാര്യങ്ങളും കളിച്ചു നോക്കാന്ന് വെച്ചാൽ അപ്പോൾ ഹൈഡ് ആൻഡ് സിക്കിന്റെ പാർട്ട് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ സ്വന്തം ക്ലൗൺ ചേട്ടൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഗെയിമും കാര്യങ്ങളും സ്റ്റാർട്ടായി. നമ്മൾ ടീം മെമ്പേഴ്സിന്റെ ഒപ്പമാണ് കളിക്കാൻ വന്നേക്കുന്നത്, ഗിൽഡിന്റെ മെമ്പേഴ്സായിട്ട്. അങ്ങനെ നൈസായിട്ട് ഞാൻ ഇവിടെ ഒളിച്ചു നിൽക്കുവാണ്. അവന്മാരാണെങ്കിൽ നേരെ അപ്പുറത്ത് പോയി ഒളിച്ചു നിൽക്കുമായിരുന്നു. ഒരാൾ ഡൗണും ആയി, പക്ഷെ ഞാൻ എലിമിനേറ്റ് ആയി പോയി ഗൈസ്. അങ്ങനെ ആ റൗണ്ട് പോയിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ട് എത്തിയപ്പോഴേക്കും നൈസായിട്ട് ഞാൻ അടിയിലേക്ക് ഓടാമെന്ന് എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അടിയിലേക്ക് വന്നുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഓടിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരൊക്കെ എവിടെയൊക്കെയോ പോയി ഒളിച്ച്. അങ്ങനെ നൈസായിട്ട് ഇവിടെ ഒളിച്ചു നിൽക്കുവാണ്. അവന്മാർ ഇതുവരെയായിട്ട് എന്നെ കണ്ടെത്തില്ല. സോ പിന്നെ പൊക്കത്തേക്ക് പോകാന്ന് ചോദിച്ചപ്പോഴാണ് ഗൈസ് ദേ പോണു ഒരാൾ. ഹൈ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ ഒളിച്ച് അവൻ പൊക്കത്തേക്ക് പോയെന്ന് കൺഫേം ആയപ്പോൾ തന്നെ ഞാൻ നൈസായിട്ട് പൊക്കത്തേക്ക് ചാടി. അണ്ട് ഇവന്മാരെല്ലാവരും എവിടേക്കോ പോയി, ഞാനും ഒന്നും കണ്ടില്ല. അവസാനം ഞാൻ നോക്കുമ്പോൾ എല്ലാം ഡൗണായി, ഞാൻ മാത്രം. അപ്പം ഞാൻ വിചാരിച്ചു ഈ കണ്ടെയ്നറിൻ്റെ അടിയിൽ ഒളിച്ച് വെക്കാമെന്ന്. അങ്ങനെ കണ്ടെയ്നറിൻ്റെ അടിയിൽ ഒളിച്ച് വെക്കുമ്പോഴാണ് ഗൈസ് അവിടെ നിന്ന് ഒരാൾ വെടി വെക്കണം. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, ഓടിക്കോ ദേ രണ്ടെണ്ണം നിൽക്കണം. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പാവാണെന്ന് പറഞ്ഞ് നൈസായിട്ട് നേരെ ഞാൻ താഴത്തേക്ക് ചാടി വഴി എൻ്റെ മെഡൊക്കെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവസാനം ഞാൻ എന്ത് ചെയ്തു, മെഡൊക്കെ അടിക്കാന്ന് വെച്ച് നൈസായിട്ട് മെഡ് അടിച്ചപ്പോഴാണ് ദേവന്യ സോണ്. അവസാനം ഞാൻ അതും റൗണ്ട് എലിമിനേറ്റ് ആയി. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.